ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു വലിയ ബിസിനസ്സിന് വേണ്ടിയുള്ള പൈസ ഒന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. കാരണം എന്താ പറയുക, വലിയ വലിയ ബിസിനസ്സുകൾ പലപ്പോഴും ഒരുപാട് 10ഉം 20ഉം പേരെ സ്റ്റാഫുകളെ വെച്ചിട്ട് വാടകയും കൊടുത്ത് കറണ്ട് ബില്ലും കൊടുത്തിരുന്നിട്ടും ചിലപ്പം ഒരു മുറുക്കാൻ കടയുടെ പൈസ പോലും കിട്ടാത്ത വലിയ വലിയ കടകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ ചെയ്യാൻ നോക്കുക. ചെറിയ രീതിയിൽ മുതൽ മുടക്കി നമുക്ക് മുന്നേറാൻ നോക്കുക. അപ്പോൾ ഒരുപാട് വലിയ രീതിയിൽ തുടങ്ങി താഴേക്ക് പോകാതെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് തുടങ്ങി മേളിലോട്ട് ബേസിക്കായിട്ട് നമ്മൾ കയറാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല വലിയ വലിയ കടകളിലും മുതലാളിമാർക്ക് 10,000 രൂപ പോലും കിട്ടാത്ത കഥകളുണ്ട്. പല കടകളും പൂട്ടിപ്പോകാനുള്ള കാരണവും അതുതന്നെയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ മുറുക്കാൻ കടയ്ക്കകത്ത് ഒരു ദിവസം 10,000 ഉണ്ടാക്കുന്ന സ്ഥലവുമുണ്ട്. അതുപോലെ കച്ചവടം നടക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ചിന്തിച്ച് നോക്ക്, നമ്മൾ മുതലാളിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ മുതലാളിയായിട്ടിരിക്കണമെന്നൊന്നുമില്ല. മുതലാളി എന്നും മുതലാളി, അത് ഫുട്പാത്തിൽ വിൽക്കുന്നതാണെങ്കിലും ഏറ്റവും ടോപ്പിൽ വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ മുതലാളിയാണെങ്കിലും രണ്ടും സെയിം ആണ്. പക്ഷേ രണ്ട് സ്റ്റാറ്റസിൽ ചെയ്യുന്നെങ്കിലും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ചിലപ്പോൾ താഴെ മുറുക്കാൻ കടയിൽ വിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും. ചിന്തിച്ച് നോക്കും. അപ്പം നമ്മളെപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് മുതൽ മുടക്കി വലിയ സ്വപ്നങ്ങൾ കാണാതെ ബേസിക് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് വലുതായ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കഥകളും സക്സസിൻ്റെ കഥകൾ പറയാനുള്ളത്. ചിന്തിച്ച് നോക്കും.